മാഞ്ചസ്റ്ററിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന 200-ലധികം വൃദ്ധ സ്ത്രീകൾ തുടർച്ചയായി മരിക്കാനിടയാകുന്നു. എന്തായിരിക്കും ഇതിനുള്ള കാരണം? ഡോക്ടർ ഡെത്ത് എന്ന് വിളിപ്പേരുള്ള ക്രൂരനായ സൈക്കോ കില്ലറുടെ കഥ. വെൽക്കം ബാക്ക് ടു ടോക്സ് ഓഫ് ഡിക്കേഡ്സ്. 1998 ഗ്രേറ്റ് മാഞ്ചസ്റ്ററിൽ ജീവിച്ചിരുന്ന കാതലീൻ ഗ്രണ്ടി എന്ന 81 വയസ്സുള്ള സ്ത്രീ മരിക്കാനിടയാകുന്നു. ഈ സ്ത്രീയുടെ ദുരൂഹമായ മരണമാണ് ഹരോൾഡ് ഷിപ്പ്മാന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അല്ലെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ. അക്കാലത്ത് ഗ്രേറ്റ് മാഞ്ചസ്റ്ററിൽ ഹൈഡ്രെ എന്ന നഗരത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഷിപ്പ്മാൻ എന്ന ഡോക്ടർ ഡെത്ത്. ഇനി കാതലിൻ്റെ കഥയിലേക്ക് വരാം. പ്രായമേറെ ഉണ്ടായിരുന്നിട്ടും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നല്ല ചുറുചുറുക്കോടെ സമൂഹവുമായി ഇടപെട്ട് ജീവിച്ചിരുന്ന കാതലീനെ ഒരു ദിവസം സ്വവസതിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഈ അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് ഷിപ്പ്മാൻ എന്ന ഡോക്ടറുടെ മുഖംമൂടിയണിഞ്ഞ അതിഭീകരനായ സീരിയൽ സൈക്കോ കില്ലറുടെ ജീവിതത്തിലേക്കാണ്. 1998 മാർച്ച് മാസത്തിൽ സൗത്ത് മാഞ്ചസ്റ്ററിൽ ഹൈഡ്രയിലുള്ള ദ ബ്രൂക്ക് സർജറി മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ലിൻഡ ജുഡീഷ്യൽ ഓഫീസറായ ജോൺ പൊള്ളാർഡിനെ മുന്നിൽ ഒരു ആശങ്ക അറിയിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ ഷിപ്പ്മാൻ ചികിത്സയിൽ രോഗികളുടെ മരണനിരക്ക് വളരെ കൂടുതലാണെന്നും അത് അന്വേഷിക്കണമെന്നും അവരിൽ ഭൂരിഭാഗം പ്രായമുള്ള സ്ത്രീകളാണ്, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും ഷിപ്പ്മാന്റെ ചികിത്സയിൽ മരണപ്പെടുന്നു. ഡോക്ടർ ലിൻഡ പറഞ്ഞത് പ്രകാരം ജോൺ പൊള്ളാർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അതൊന്നും എവിടെയും എത്തിയില്ല. ഡോക്ടർ ലിൻഡയ്ക്ക് ഷിപ്പ്മാനോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും അതുകൊണ്ട് കെട്ടിച്ചമച്ച കഥയാണെന്നും ചിലർ വ്യാഖ്യാനിച്ചു. അന്വേഷണം അവസാനിച്ചതിന് ശേഷവും ഷിപ്പ്മാന്റെ ചികിത്സയിലുണ്ടായിരുന്ന 3 രോഗികൾ കൂടി മരിച്ചു. പക്ഷേ ഇതൊന്നും അയാളെ ബാധിച്ചതേയില്ല. 1946 ജനുവരി 14 UK-യിലെ നോട്ടിംഗ്ഹാമിലാണ് ഹരോൾഡ് ഫ്രെഡറിക് ഷിപ്പ്മാന്റെ ജനനം. ലോറി ഡ്രൈവറായിരുന്നു പിതാവ്. സമീപ പ്രദേശത്തെ ചെറിയ ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു മാതാവ്. ഷിപ്പ്മാന് തൻ്റെ മാതാവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ പഠനത്തിലും കായിക വിഷയങ്ങളിലും ഷിപ്പ്മാൻ വളരെ മികവ് പുലർത്തിയിരുന്നു. 17ാമത്തെ വയസ്സിൽ ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടായതിനെ തുടർന്ന് ഷിപ്പ്മാന്റെ മാതാവ് മരിക്കാനിടയാകുന്നു. ക്യാൻസറിൻ്റെ വേദനയിൽ അമ്മ കരയുമ്പോൾ ഡോക്ടർ മോർഫിൻ കുത്തിവയ്പ് നൽകുന്നത് ഷിപ്പ്മാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. കുത്തിവയ്പ്പിന് ശേഷം അമ്മ ശാന്തമായി ഉറങ്ങുന്നത് കാണുമ്പോൾ ഷിപ്പ്മാന് വലിയ ആശ്വാസം തോന്നും. അമ്മയുടെ രോഗാവസ്ഥ ഷിപ്പ്മാനെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനുള്ള സൂചനകളാണ് പിന്നീട് ഭാവിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ. 1963 ഷിപ്പ്മാന്റെ അമ്മ ക്യാൻസറിന് കീഴടങ്ങി മരിക്കുന്നു. ഇത് വളരെയധികം ആഘാതം ഷിപ്പ്മാന്റെ മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ട്. കോളേജ് പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ ഷിപ്പ്മാൻ മെഡിക്കൽ പഠനത്തിന് ചേർന്നു. അതിനിടെ പ്രിംറോസ് എന്ന യുവതിയെ വിവാഹം ചെയ്തു. 1970 ഷിപ്പ്മാൻ പഠനം പൂർത്തിയാക്കി. പഠനത്തിന് ശേഷം ചികിത്സ ആരംഭിച്ച ഷിപ്പ്മാൻ 1974 ജനറൽ പ്രാക്ടീഷണറായി. ഈ കാലഘട്ടത്തിൽ സ്വന്തം ആവശ്യത്തിനായി വേതന സംഹാരിയായ പെത്തഡിന് വേണ്ടി വ്യാജ ബില്ലുണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടു. വളരെ തന്ത്രപരമായി അയാൾ ഈ കേസിനെ നേരിട്ടു. 600 പൗണ്ട് പിഴയാണ് അന്ന് കോടതി ഷിപ്പ്മാന് ശിക്ഷ നൽകിയത്. കൂടാതെ യോർക്കയിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സക്കായി പ്രവേശിക്കുകയും ചെയ്തു. 1977 ഷിപ്പ്മാൻ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് കയറി. ഡോക്ടർ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യനാകാനും ഇയാൾക്ക് സാധിച്ചു. ഈ കാലയളവിലെല്ലാം ഏതാനും പ്രസിദ്ധീകരണങ്ങളിൽ ഷിപ്പ്മാന്റെ അഭിപ്രായങ്ങളും അഭിമുഖങ്ങളുമെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. സൗമ്യമായ പെരുമാറ്റം, സംസാരിച്ച് ആരെയും ആകർഷിക്കുന്ന പ്രകൃതം, മെഡിക്കൽ രംഗത്തെ പ്രശസ്തൻ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ വ്യക്തിയെ ആരാധിച്ചിരുന്ന സാധാരണ മനുഷ്യരെ പക്ഷേ അയാൾ വഞ്ചിച്ചു. ജീവന്റെ കാവൽക്കാരനാകേണ്ടയാൾ മരണത്തിന്റെ ദൂതനായി. പുറത്തു വരുന്നത് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ഹാരോൾഡ് ഷിപ്പ്മാന്റെ കഥയാണ്.
ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ കൊന്നൊടുക്കിയ സീരിയൽ കില്ലർമാരുടെ പട്ടികയെടുത്താൽ 4-മതായാണ് ഇയാളുടെ സ്ഥാനം. തന്നിൽ വിശ്വാസമർപ്പിച്ച് ചികിത്സക്കെത്തിയ 250ഓളം മനുഷ്യരുടെ ജീവനാണ് ദാക്ഷിണ്യമില്ലാതെ ഷിപ്മാൻ ഇല്ലാതാക്കിയത്. ഹൈഡ്രയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടുത്തെ പ്രമുഖരായ കുടുംബങ്ങളുമായി ഷിപ്മാന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയായി സൗഹൃദമുണ്ടാക്കുന്നതിൽ നിന്ന് അവരും വിമുഖത കാണിച്ചില്ല. അങ്ങനെയാണ് ഹൈഡ്രയിലെ മുൻ മേയർ കൂടിയായിരുന്ന കാതലീൻ ഗ്രണ്ടിയെ ഷിപ്മാൻ പരിചയപ്പെടുന്നത്. കാതലീന് ഷിപ്മാന്റെ പെരുമാറ്റവും രീതികളുമെല്ലാം ഇഷ്ടമായിരുന്നു. വാർദ്ധക്യകാലത്തിലെത്തി നിൽക്കുന്നതിനാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഷിപ്മാന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കാതലീനും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവരുടെ വീട്ടിൽ കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഷിപ്മാനുണ്ടായിരുന്നു. 1998 ജൂൺ 24 കാതലീൻ്റെ വീട്ടിൽ ഷിപ്മാൻ കയറി വരുന്നു. എല്ലാ മാസവും നടന്നു പോകുന്ന രക്തപരിശോധനയുടെ സാമ്പിളുകൾ എടുക്കാനാണ് ഷിപ്മാൻ വന്നതെന്ന് കാതലീൻ വിചാരിച്ചു. കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം കാതലീൻ രക്തമെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ രക്തമെടുക്കുന്നതിന് പകരം ജീവന് ഹാനിയുണ്ടാക്കുന്ന ഡോസിലുള്ള മോർഫിൻ അവരുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ് ഷിപ്മാൻ ചെയ്തത്. ജൂൺ 24 പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിൽ കാതലീൻ്റെ അഭാവം സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു. ഫോണിൽ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമില്ല. പിറ്റേ ദിവസം വിവരമന്വേഷിക്കാനെത്തിയ സുഹൃത്തുക്കൾ കാണുന്നത് സോഫയിൽ കിടക്കുന്ന കാതലീൻ്റെ മൃതദേഹമാണ്. വാർത്തയറിഞ്ഞ ഷിപ്മാൻ ഉടനെ കാതലീൻ്റെ വീട്ടിലെത്തി. മരണകാരണം വാർദ്ധക്യ സഹജമാണെന്നും അതിൽ ദുരൂഹതയില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയതും ഷിപ്മാനാണ്. പോസ്റ്റ്മോർട്ടം നടപടികളോ മറ്റ് സംശയങ്ങളോ ഇല്ലാതെ കാതലീൻ്റെ മൃതദേഹം സംസ്കരിച്ചു. കാതലീൻ്റെ വിയോഗത്തിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷം അഭിഭാഷകയായ മകൾ ആഞ്ചല വുഡ്രഫിന് ഒരു ഫോൺ കോൾ വരുന്നു. സഹപ്രവർത്തകനായ ഒരു വ്യക്തിയാണ് ആഞ്ചലയെ വിളിച്ചത്. കാതലീൻ തയ്യാറാക്കിയ വിൽപത്രം താൻ കണ്ടുവെന്നും അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നും വിളിച്ചയാൾ ആഞ്ചലയോട് പറഞ്ഞു. കാതലീൻ തയ്യാറാക്കിയ വിൽപത്രപ്രകാരം സ്വത്തിൽ സ്വന്തം മകൾക്കോ പേരക്കുട്ടികൾക്കോ യാതൊരു അവകാശവുമില്ല. 4 ലക്ഷത്തിലേറെ പൗണ്ട് മൂല്യം വരുന്ന വസ്തുക്കൾക്ക് ഒരേയൊരു അവകാശി മാത്രം. അത് മറ്റാരുമല്ല, ഷിപ്മാൻ തന്നെ. സ്വന്തം അമ്മയുമായി ആഞ്ചലയ്ക്ക് സാമ്പത്തികമായോ അല്ലാതെയോ യാതൊരു തർക്കവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അമ്മ തങ്ങളെ വിൽപത്രത്തിൽ നിന്നും ഒഴിവാക്കണം, അതും ഷിപ്മാന് വേണ്ടി? ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി ആഞ്ചല പോലീസിൽ പരാതി നൽകി. ഇവരുടെ ആശങ്കകളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഗൗരവത്തോടെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാതലീൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പുനഃപരിശോധന നടത്തുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ചെയ്തത്. സംശയം വെറുതെയായില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാതലീൻ്റെ ശരീരത്തിൽ അളവിൽ കവിഞ്ഞ ഡയാഫോർമിൻ കണ്ടെത്തി. ഗുരുതരാവസ്ഥയിലെത്തി നിൽക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്നതാണ് ഡയാഫോർമിൻ. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ അല്ലാതെ യാതൊരു രോഗവുമില്ലാത്ത കാതലീന് എന്തിനാണ് ഷിപ്മാൻ ഈ വേദന സംഹാരി നൽകിയത്? ഈ സംശയം ഷിപ്മാനോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചപ്പോൾ കാതലീൻ വേദന സംഹാരികൾക്ക് അടിമയാണെന്നാണ് ഷിപ്മാൻ പറഞ്ഞത്. കൂടാതെ കാതലീൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ താൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അയാൾ അവകാശപ്പെട്ടു. തുടർന്ന് ഷിപ്മാന്റെ കമ്പ്യൂട്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കി. കാതലീൻ്റെ മരണത്തിന് ശേഷം മാത്രമാണ് അവർ വേദന സംഹാരിക്ക് അടിമയാണെന്ന് ഷിപ്മാൻ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതി ചേർത്തതെന്ന് തെളിഞ്ഞു. കാതലീൻ എഴുതിയെന്നും പറയുന്ന വിൽപത്രത്തിൽ ഷിപ്മാന്റെ വിരലടയാളവും കണ്ടെത്തി. വിൽപത്രം ടൈപ്പ് ചെയ്യുന്നതിന് ഒരു ടൈപ്പ്റൈറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു അക്ഷരത്തിൽ പൊട്ടലുണ്ട്. ഷിപ്മാന്റെ കൈവശമുള്ള ടൈപ്പ്റൈറ്റർ പരിശോധിച്ചപ്പോൾ വിൽപത്രത്തിലുള്ള അതേ അക്ഷരത്തിൽ എങ്ങനെ പൊട്ടൽ വന്നുവെന്നും മനസ്സിലായി. ഇതോടെ കാതലീൻ്റെ പേരുള്ള വിൽപത്രം ഷിപ്മാൻ കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയാൻ കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ഉടൻ തന്നെ ഇയാളുടെ ചികിത്സയിൽ മരിച്ച 11 രോഗികളുടെ കൂടി മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു. അവരുടെ ശരീരത്തിലും അമിതമായ അളവിൽ വേദന സംഹാരികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1998 സെപ്റ്റംബർ 7 ഷിപ്മാൻ അറസ്റ്റിലായി. ഷിപ്മാൻ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളുടെ ചികിത്സയിൽ മരിച്ച രോഗികളുടെ കുടുംബങ്ങൾ സമാനമായ പരാതി ഉന്നയിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി. മരിച്ചവരിൽ ഭൂരിഭാഗവും വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകളായിരുന്നു. അന്വേഷണം മുന്നോട്ടു പോകെ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുവരുന്ന ഒരു ടാക്സി ഡ്രൈവർ പോലീസിനെ സമീപിച്ച് ഒരു കാര്യം പറഞ്ഞു. താൻ കൊണ്ടുവന്ന രോഗികളിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ഷിപ്മാന്റെ ചികിത്സയിലായിരുന്നു. മരണം സംഭവിക്കാനുള്ള രോഗങ്ങൾ യാതൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. പലരും മാസം തോറുള്ള ചെക്കപ്പിന് എത്തിയതായിരുന്നു.
പിന്നീട് അവരെല്ലാം മരിച്ചതായാണ് അറിഞ്ഞത്. എനിക്കതിൽ ദുരൂഹത തോന്നുന്നു എന്ന് ടാക്സി ഡ്രൈവർ കംപ്ലൈൻറ്റിൽ പറയുന്നു. 1999 ഷിപ്പ്മാൻ്റെ വിചാരണ ആരംഭിച്ചു. 1995 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ച 15 സ്ത്രീകളുടെ കൊലപാതകമാണ് ഇയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്നത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ തെളിവുകളായതിനാൽ ഷിപ്പ്മാന് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. 15 കൊലപാതകങ്ങളും ചെയ്തത് ഷിപ്പ്മാനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞതായി കോടതി വിധിച്ചു. കേതലീൻ്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ വ്യാജ വിൽപത്രം കെട്ടിച്ചമച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് തെളിഞ്ഞതായി കോടതി പറഞ്ഞു. ജനുവരി 31, 2000 15 കൊലപാതകങ്ങൾക്കും വ്യാജരേഖ ചമച്ചതിന് ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. വിധി കേട്ടപ്പോൾ തികച്ചും നിർവികാരമായാണ് ഷിപ്പ്മാൻ പ്രതികരിച്ചത്. വിചാരണയിലും അയാൾ വലിയ ആത്മവിശ്വാസമൊന്നും പ്രകടിപ്പിച്ചില്ല. UK-യിലെ കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്ന മോൺസ്റ്റൺ പ്രിസൺ എന്നറിയപ്പെടുന്ന വേക്ക്ഫീൽഡിലെ HM പ്രിസണിലാണ് ഷിപ്പ്മാനെ തടവിൽ പാർപ്പിച്ചത്. ഷിപ്പ്മാന് ശിക്ഷ ലഭിച്ചത് ശേഷവും പോലീസ് അന്വേഷണം നിർത്തിയില്ല. ഇയാളുടെ ചികിത്സയിൽ മരണപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചുകൊണ്ടേയിരുന്നു. വെസ്റ്റ് യോർക്ക്ഷയറിലെ പോലീസ് ഡിറ്റക്റ്റീവ് ക്രിസ് ഗ്രഗനായിരുന്നു അന്വേഷണ ചുമതല. 1975 മുതൽ 1998 വരെയുള്ള കാലഘട്ടത്തിൽ അയാൾ കുറഞ്ഞത് 218 പേരെയെങ്കിലും കൊന്നുവെന്ന് ക്രിസ് ഗ്രഗൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ ഭൂരിഭാഗവും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരുന്ന വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീകളായിരുന്നു. ഷിപ്പ്മാൻ്റെ ഇരകളിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമുണ്ടായിരുന്നു. സെറിബ്രൽ പാൾസിയുള്ള ഈ കുട്ടിയെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് 1972 ഷിപ്പ്മാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷിപ്പ്മാൻ റൗണ്ട്സിനായി മുറിയിലെത്തിയപ്പോൾ ചായ കുടിക്കാനായി കുട്ടിയുടെ അമ്മ 10 മിനിറ്റ് നേരത്തേക്ക് പുറത്തുപോയി. തിരിച്ചു വന്നപ്പോഴേക്കും മകൾ മരിച്ചുപോയെന്ന വിവരമാണ് അറിഞ്ഞത്. തുടരന്വേഷണം മുന്നോട്ട് പോകവേ 2004 ജനുവരി 13 ഷിപ്പ്മാൻ തൂങ്ങി മരിച്ചു. തടവിൽ പാർപ്പിച്ചിരുന്ന സെല്ലിൽ കിടക്കവിരി ഉപയോഗിച്ച് ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് അയാളെ കണ്ടെത്തിയത്. ഷിപ്പ്മാൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന ആരോപണവുമായി കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. മാത്രവുമല്ല, ഇയാൾ കൊലപാതകിയല്ലെന്നും നിരപരാധിയാണെന്നുമാണ് ഭാര്യ വിശ്വസിച്ചിരുന്നത്. ഷിപ്പ്മാൻ്റെ മരണത്തിന് ശേഷം അയാളുടെ ഗാരേജിൽ നടന്ന പരിശോധനയിൽ വിലപിടിപ്പുള്ള ഒട്ടേറെ ആഭരണങ്ങൾ കണ്ടെത്തി. അത് ഇരകളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. 218 കൊലപാതകങ്ങളാണ് ഷിപ്പ്മാൻ ചെയ്തതായി സ്ഥിരീകരിച്ചത്. പക്ഷേ അത് 250-ലേറെ വരുമെന്ന് സംശയിക്കപ്പെടുന്നു. കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള ഷിപ്പ്മാൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ക്യാൻസർ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷിപ്പ്മാൻ്റെ അമ്മ മരിച്ചത് വേദന സംഹാരിയുടെ ഓവർഡോസിലാണെന്ന് പറയപ്പെടുന്നു. അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുകയാണ് ഇയാളെന്ന് ചില മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. വൃദ്ധരും രോഗികളും സമൂഹത്തിന് ഭാരമാണെന്ന് ഇയാൾ ചിന്തിച്ചിരുന്നതായും മറ്റൊരു വാദമുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും എന്തുകൊണ്ട് സ്ത്രീകളായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല.